എല്ലാവർക്കും നമസ്കാരം. ഹാപ്പിനെസ് മാസ്റ്ററി ഹബിലെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ് നമ്മൾ പ്രവാസ ലോകത്തുള്ളവർക്ക് വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രമല്ല, പ്രവാസ ലോകത്തുള്ളവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അവർക്ക് മാത്രം നൽകാൻ വിചാരിച്ച ക്ലാസ്സാണ്. എനിക്കൊന്ന് കുറച്ച് പേരൊക്കെ നാട്ടിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ജോബിന്റെ കാര്യം ഇന്നത്തെ ക്ലാസ് ഒരു ജോബിനെ പറ്റി ആയതുകൊണ്ട് എല്ലാവരും ആഡ് ചെയ്തോണം. അപ്പോൾ ജോബിന്റെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് പ്രവാസ ലോകത്തേക്ക് മാത്രം എന്ന് ചോദിക്കേണ്ട, അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല. പക്ഷെ പ്രവാസ ലോകത്തെ ജോലിയുടെ പ്രത്യേകത നമുക്ക് അറിയുന്നതുകൊണ്ട് സ്പെഷ്യൽ പരിഗണന പ്രവാസ ലോകത്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കറിയാം ഇവിടുത്തെ ജോലിയുടെ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല സുഖസുന്ദരമായ ജോലി നടക്കുമ്പോഴും ഞങ്ങളിവിടെ ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയുള്ളത്. അതുകൊണ്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ എന്തായാലും പ്രവാസികൾക്കുണ്ട് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ജോലിയെ സംബന്ധിച്ച് പ്രവാസികൾ എല്ലാവരും ജോലിയായിരിക്കുമല്ലോ, ഏറ്റവും കൂടുതൽ ജോലിക്കാരായിരിക്കും നാട്ടില് ആണ്. അല്ലാന്നല്ല, നാട്ടിൽ ഞങ്ങൾക്ക് വേറെ നൽകാം. പിന്നെ സമയം ലേറ്റ് ആയി. ഇപ്പൊ അതിന് 10:30 മണിയായില്ലല്ലോ. 10:30 മണിക്ക് ശേഷമൊക്കെ നാട്ടിൽ ഉറങ്ങണ്ടേ. അതുകൊണ്ടാണ് ലേറ്റ്. അപ്പൊ പ്രവാസ ലോകത്തേക്ക് ഒന്നാമത്തെ കാര്യം, പ്രധാനമായിട്ട് കാര്യം, ഈ ഓപ്പൺ വിത്ത് യു, പ്രധാനമായിട്ട് കാര്യം നമ്മൾ പ്രവാസ ലോകത്ത് നന്നായിട്ട് പച്ച പിടിപ്പിക്കാനുള്ള, നമ്മൾ പ്രവാസ ലോകത്ത് നമ്മൾ കൂടുതൽ ആൾക്കാരിൽ എത്താനുള്ള നല്ലൊരു ശ്രമം തുടങ്ങുന്നുണ്ട്. കാരണം ഇവിടെ ശരിക്കും നമ്മൾ എത്തുന്നില്ല, ആൾക്കാരുടെ സമയപരിമിതിയില്ല. ഇപ്പൊ നമ്മൾ ടിക്ടോക്കിൽ തുടങ്ങിയ സമയത്ത്, ടിക്ടോക്കിൽ വീഡിയോ തുടങ്ങിയ സമയത്ത് ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ടിക്ടോക്കിൽ നിന്ന് വരുന്നുള്ളത്. പക്ഷെ ആ വരുന്ന സമയം നോക്കിയപ്പോൾ അതിനേക്കാളും വിഷയമുള്ളത്, നമ്മുടെ ടിക്ടോക്ക് വീഡിയോസ് ഇപ്പോൾ നല്ല വ്യൂസ് വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം രാത്രി 12 മണിക്കും രാവിലെ 4 മണിക്കും ഇടയുള്ള സമയത്താണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ അനലിറ്റിക്സ്. ഇപ്പൊ ഭയങ്കര രസമുള്ള കാര്യമാണ്. നമ്മൾ യൂട്യൂബ് ഇതുവരെ രാവിലെയാണ് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. യൂട്യൂബിൽ വ്യൂസ് ഒക്കെ പോകും. നമ്മളെപ്പോൾ വൈകിട്ട് ക്ലാസ് എടുക്കും, രാവിലെ യൂട്യൂബിൽ പോകും. പക്ഷെ ടിക്ടോക്കിൽ വന്നപ്പോൾ നേരെ റിവേഴ്സ് മോഡിലാണ്. 12 മണിക്ക് നമ്മൾ വീഡിയോ മൂവ് ആകാൻ തുടങ്ങി കഴിഞ്ഞാൽ 4 മണി വരെ പോകും. അപ്പൊ ആ സമയത്ത് കൊടുക്കുന്ന കണ്ടന്റ് ഇതുപോലത്തെ ആയിരിക്കണം. ഇങ്ങനത്തെ കണ്ടന്റ് ആരും ഈ വേദാന്തം പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ആരും കാണൂലല്ലോ അല്ലേ. അതുകൊണ്ട് ഞാനിന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞു, നമ്മുടെ വേദാന്തം നടക്കില്ല മോനെ, വേറെ എന്തെങ്കിലും കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഇതൊന്നും കാണാൻ പറ്റിയ മൂഡായിരിക്കില്ലെന്ന് അറിയാം. പക്ഷെ എന്നാലും പീപ്പിൾ, നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണോ അത് നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യം. അപ്പൊ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ കൊടുക്കുന്ന ക്ലാസ്സുകൾ വ്യത്യാസമായിരിക്കും. പിന്നെ ബിസിനസ് പീപ്പിൾസിന് വേണ്ടിയുള്ള ക്ലാസ് തൊട്ട് നേരത്തെ കഴിഞ്ഞതേ ഉള്ളൂ. അവർക്ക് നേരത്തെ ഒരു സബ്ജക്ട് വളരെ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ ആഴ്ചയിലും 3 ദിവസം ബിസിനസ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് ബിസിനസ് മാസ്റ്ററി ഹബിന്റെ പേരിലാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. തൽക്കാലം നിങ്ങൾക്കെല്ലാം എല്ലായിടത്തും ലിങ്കുകൾ കിട്ടും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോരോ സെക്ഷൻ വൈസ് ആയിട്ട് പോകും. എല്ലായിടത്തും ലിങ്കുകൾ കിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രം സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് പോകും. UAE ലിങ്കുകളും അങ്ങനെ, മിഡിൽ ഈസ്റ്റിലെ ലിങ്കുകളും അങ്ങനെ തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് വേണ്ടി മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ള അറിയിക്കുന്നു. ആൾക്കാർ എത്ര പങ്കെടുക്കുന്നു എന്നതിന് അപ്പുറത്തല്ല, അവർ ഓരോ ആളെയും വ്യക്തിപരമായി അറിഞ്ഞുകൊണ്ട് അവർക്ക് ക്ലാസ് നൽകണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഇന്ന് ഞാൻ യഥാർത്ഥത്തിൽ പറയാൻ പോകുന്നത്, എല്ലാവർക്കും കോമൺ ആയിട്ട് ഇപ്പൊ നാളെ ഈ വീഡിയോ നാളെ യൂട്യൂബിൽ വരും, എല്ലാവർക്കും കോമൺ ആയിട്ട് അവൈലബിൾ ആവും. പക്ഷെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരു വിഷയം തന്നെയാണ് ജോലി സംബന്ധമായിട്ട് വിഷയം. അല്ലെങ്കിൽ ജോലി ലഭിക്കാൻ, ജോലിയിൽ അഭിവൃദ്ധിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. എല്ലാവരുടെയും ആഗ്രഹമാണ്, ജോലിക്ക് പോകുന്നവരുടെ എല്ലാവരുടെയും ആഗ്രഹം ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവണം എന്നാണ്. ജോലി ഇല്ലാത്തവരുടെ ആഗ്രഹം എന്തായിരിക്കും? അപ്പോ ജോലി ലഭിക്കണം എന്നായിരിക്കും അല്ലെ. അപ്പൊ രണ്ടു പേർക്ക് ഉപയോഗിക്കാൻ തന്നെ. ജോലി നിർത്തി വന്നവരോ, റിട്ടയർഡ് ആയവരുടെ അഭിപ്രായം എന്തായിരിക്കും, ആഗ്രഹം എന്തായിരിക്കും അല്ലെ? അത് കഴിഞ്ഞ് ജോലി ലഭിച്ചു, ജോലി റിട്ടയർഡ് ചെയ്തു, ജോലി ലഭിച്ചു, ജോലി അഭിവൃദ്ധി തേടി, ജോലി റിട്ടയർമെന്റും ആയി. ഇനി അങ്ങനത്തെ ആ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരുടെ ആവശ്യം എന്തായിരിക്കും? അവരുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ, സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം അല്ലേ. അവരുടെ ആവശ്യം വളരെ ലളിതമാണ്. അപ്പോൾ അതും കൂടി പരിഗണിക്കാം നമുക്ക്. കാരണം സ്വസ്ഥമായി ഉറങ്ങാന്ന് വെച്ചാൽ മനസമാധാനം ഉണ്ടാവണം. മനസമാധാനം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മനസമാധാനം ഉണ്ടാവാനായിട്ട് നമ്മൾ ചെയ്ത ജോലിയിൽ നമ്മൾ പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ നമുക്ക് മനസമാധാനത്തിന് കുറവൊന്നുമില്ല അല്ലെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ബിസിനസ് മാസ്റ്ററിയിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ജോബിനെ അസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോബിനെ, അതൊക്കെ മറ്റൊരു രൂപത്തിൽ പറയാം. പക്ഷെ ഞാനിവിടെ പറഞ്ഞു തരുന്നത് മനസ്സിന്റെ, നമ്മളിതിനെ എങ്ങനെയാണ് മെന്റലി ആൻഡ് എനർജറ്റിക്കലി നമ്മളൊരു ജോലിയെ ആകർഷിക്കുന്നത്, ജോലിയെ നമ്മൾ മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്, അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അതായത് പുതിയൊരു ജോലി ലഭിക്കാനും നിലവിലുള്ള ജോലിയിൽ അഭിവൃദ്ധി നേടാനും വേണ്ട വൈജ്ഞാനികവും ആത്മീയവുമായ വഴികളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നതെന്ന്. കാരണം ഇപ്പൊ നേരത്തെ ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി ഒരു മെഡിറ്റേഷൻ നൽകാമെന്നായിരുന്നു. പക്ഷെ ആൾക്കാരുടെ കുറവുള്ളത് കൊണ്ട് അങ്ങനെ മെഡിറ്റേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് ആവില്ല. കാരണം ഒരു മെഡിറ്റേഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് സമയമുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ കുറെ തത്വങ്ങൾ ഇന്ന് പഠിപ്പിക്കാം. താമസിയാതെ അതിന്റെ മെഡിറ്റേഷനും ഈ ജോലി കരിയർ ഗ്രോത്തിനും കരിയറിന് വേണ്ടിയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ സ്പെഷ്യൽ കോഴ്സുകൾ തന്നെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആ കോഴ്സുകളിലൂടെ നമുക്ക് ഇത് വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള വൺ ക്ലാസ്സുകൾ കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു 10-15 ഡേയ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടൊരു കോഴ്സിൽ ഡെയിലി പ്രാക്ടീസിലൂടെ കൊണ്ടുപോകുന്നതാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതം മുന്നേറാൻ വേണ്ടി, അല്ലെങ്കിൽ ജോലിയിൽ ആത്മശക്തിയും ആകർഷണ നിയമവും ആകർഷണ ശക്തിയും ഉണ്ടാവാനായിട്ട് നമ്മൾ എപ്പോഴും അതിനുവേണ്ടി നമ്മൾ തയ്യാറായിരിക്കണം. അത് ഈ ഇന്നത്തെ ക്ലാസ് ഗുണകരമായി മാറുന്നത് ജോലി തേടുന്നവർക്കും നിലവിലുള്ള ജോലിയിൽ വളർച്ച ആഗ്രഹിക്കുന്നവർക്കും മനസ്സിന്റെയും പ്രപഞ്ചത്തിന്റെ നിയമം ഉപയോഗിച്ചുകൊണ്ട് ആ സൗഭാഗ്യത്തെ എങ്ങനെ ആകർഷിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാനുള്ള വേദിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാണ്, ക്ലാസ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടതാണ് ഐ എം ഹാപ്പി ആൻഡ് റെഡി, ഐ എം ഹാപ്പി ആൻഡ് റെഡി, ഐ എം ഹാപ്പി ആൻഡ് റെഡി. അല്ലെ? റെഡി ആകുമ്പോൾ മാത്രമാണ് നമുക്കത് സാധ്യമാകുന്നത് എന്നുള്ളതാണ്. ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പ്രവാസ ലോകത്ത് നിങ്ങൾ പ്രവാസത്തിലിരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരും റിക്വസ്റ്റ് ആണ്, നിങ്ങൾ മാക്സിമം വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക, സ്റ്റാറ്റസ് ആക്കി വെക്കുക. അപ്പോൾ പ്രവാസ ലോകത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ ശ്രമിക്കും. ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്, ആർക്കും കയറി പങ്കെടുക്കാം. അപ്പോൾ ക്ലാസ്സിൽ കയറി വരാൻ ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഈ താഴെ ഇരിക്കുന്ന നമ്പർ നോക്കിയേ. അപ്പോൾ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോന്റെ താഴെ, യൂട്യൂബിൽ വീഡിയോന്റെ താഴെ UAE അതായത് പ്രവാസ ലോകത്തുള്ള മിഡിൽ ഈസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്കിൽ കയറി വരാം, അതിനകത്ത് പങ്കെടുക്കാം. അത് ഇന്ത്യയിലുള്ളവർ അതിൽ കയറി വരണ്ട, ഇന്ത്യയിലുള്ളവർ ഇന്ത്യക്ക് വരേണ്ട വേറെ ഗ്രൂപ്പുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് ആ ഗ്രൂപ്പിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് ഇന്ത്യക്ക് പുറത്തുള്ളവർക്കുള്ള ഗ്രൂപ്പും ഇന്ത്യക്കുള്ള ഗ്രൂപ്പും രണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ഹാപ്പി ആൻഡ് റെഡി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, എന്താണ് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മൾക്ക് ജോലി കിട്ടാത്തതിന്റെ പ്രധാനമായ കാരണം എന്താണ്? നമുക്കൊരു ജോലി ലഭിക്കാത്തതിന്റെ പ്രധാനമായ കാരണം എന്താണെന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് ഒരു പയ്യൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് അവന്റെ അമ്മ ഞാൻ ഒരു 2 മാസം മുമ്പ് എന്നോട് ജോലിക്കാര്യം പറഞ്ഞതാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു CV അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. CV അയച്ചു. CV അയച്ചു കഴിഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ട് ഞാൻ അവനോട് പറഞ്ഞു, യു നീഡ് ടു മേക്ക് എ ചേഞ്ചസ് ഇൻ ദ CV, അപ്ഡേറ്റ് യുവർ CV ആൻഡ് സെൻഡ് മീ ബാക്ക്. 2 മാസമായി ഇതുവരെ ചെയ്തിട്ടില്ല, അയച്ചിട്ടില്ല. ഇന്നിപ്പോ അമ്മ കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇതുവരെ അവന് ജോലി ശരിയായില്ല സാറേ, സാർ എന്തെങ്കിലും ചെയ്തു തരണം, ജോലി വേണം. അപ്പോഴും ഞാൻ പറഞ്ഞു അവനോട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അമ്മയോട് പിന്നെ CV അപ്ഡേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അമ്മയോട് തിരിച്ച് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ആ പറഞ്ഞതനുസരിച്ച് മകൻ കോൺടാക്ട് ചെയ്തു. ഹായ് സാർ. ആ കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്തു. അപ്പൊ ഇനിയിപ്പോ സാറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അവന്റെ CV അപ്ഡേറ്റ് ചെയ്ത് കൈ കൊടുത്തിട്ട് ജോലി കൊടുത്തിട്ട് കൈ കൊടുക്കുന്നതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ആദ്യം നടത്തുകയാണ്. ഇത് സന്ദർഭവശാൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. യഥാർത്ഥ ജോലി കിട്ടാത്തതിന്റെ പ്രധാന വിഷയം എന്താണ് എന്നതിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറയാൻ വന്ന കാര്യം ഇതല്ല, പക്ഷെ ഇതിവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊരു ഘടകം തന്നെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ജോലി കിട്ടാത്തതിന്റെയും ജോലി അപ്ഡേറ്റ് ആവാത്തതിന്റെയും പ്രധാനപ്പെട്ട കാര്യം നത്തിങ് എൽസ്, യുവർ മൈൻഡ് സെറ്റ്. അല്ലെ? നമ്മുടെ മനസ്സ് അതിന് തയ്യാറാവാത്തത് കൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ഞാൻ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് എനർജിയെ പറ്റിയിട്ടാണ്. ടോട്ടൽ ഓഫ് യുവർ എനർജി, ദ ലോ ഓഫ് എനർജി എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോ ഓഫ് എനർജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് സംഭവിക്കുന്നത്. നമുക്ക് നമ്മുടെ മനസ്സ് ആണ് ആദ്യം ജോലി നേടേണ്ടതും നമ്മുടെ പ്രൊമോഷൻ ഉണ്ടാവേണ്ടതും ഒക്കെ ആദ്യം സംഭവിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അപ്പൊ നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ ആണ്, അല്ലെ? നമ്മുടെ ചിന്തകളാണ് നമ്മളായി മാറുന്നത്. അല്ലെ? ബുദ്ധൻ വളരെ പ്രസിദ്ധമായി പറഞ്ഞ കാര്യമുണ്ട്, നമ്മുടെ ചിന്തകളാണല്ലോ നമ്മളാക്കി മാറ്റുന്നത് എന്ന്. അല്ലെ? അപ്പൊ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം, ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ലളിതമായി പറഞ്ഞാൽ എന്റെ ചിന്തകളാണ് ഞാൻ എന്ന് പറയും. അപ്പോൾ ഒരു ജോലി അന്വേഷിക്കുന്നവനെ സംബന്ധിച്ച് ഒരു ജോലി കിട്ടാൻ വേണ്ടി ആദ്യം മനസ്സിൽ എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? ഇത് എത്ര പേർക്ക് ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ജോലി ആണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് ജോലി ചെയ്യുന്നു എന്നതുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് നയിക്കുകയാണ്.
നിങ്ങൾ ബാക്കി യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും കമന്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ജോലിക്ക് നോക്കുന്നില്ല, നിങ്ങളുടെ മക്കളാണ് ജോലിക്ക് അന്വേഷിക്കുന്നത്. അപ്പൊ നിങ്ങളും ഇവിടെ മക്കൾ ഒരുങ്ങുന്ന, ജോലി കിട്ടാത്തവർ ഒരുങ്ങുന്ന അമ്മമാരൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആ മക്കളോട് ചോദിക്കുക, ജോലി അന്വേഷിച്ചു പോകുന്ന മക്കളോട് ചോദിക്കുക, മക്കളെ നീ ജോലി അന്വേഷിക്കുക, എന്ത് ജോലിയാണ് വേണ്ടതെന്ന് നിന്റെ മനസ്സിൽ ആ ജോലിയെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടോ, ഒരാഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ 90% ആൾക്കാർക്കും അതില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ സത്യം. ഈ സത്യം, ചില സത്യങ്ങൾ അംഗീകരിക്കില്ലല്ലോ അല്ലെ. ചില സത്യങ്ങൾ ആൾക്കാർ അംഗീകരിക്കില്ല, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇതാണ് സത്യം. അപ്പോ ജോലി എന്ത് വേണം, ഏത് ജോലി വേണം, എനിക്കൊരു ജോലി വേണം, ജോലി വേണം നടക്കുന്നു. എന്ത് ജോലിയാണെന്ന് അറിയാത്തവന് എന്ത് ജോലിയാ കിട്ടുക? അപ്പൊ ആൾക്കാർ ഒന്നും അങ്ങനെയൊന്നുമില്ല, ഒരു നല്ല ജോലി കിട്ടിയാൽ മതി. വാട്ട് ഈസ് ദ നല്ല ജോലി? എന്താണ് ഈ ഗുഡ് ജോബ് എന്ന് പറയുന്നത്? ഏതാണത്? ഒരു കളക്ടർ ഉദ്യോഗം എന്ന് പറയുന്നത് നല്ല ജോബായിട്ട് എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുന്ന നല്ലൊരു ജോലിയായിട്ട് നല്ല ജോലി എന്ന് നിർവചിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയി നല്ല ജോലിയാന്ന് നിർവചിക്കാൻ പറ്റുമോ? അല്ല, ഒരു എന്താ പറയാ, ക്ലർക്കിന്റെ ജോലി കിട്ടുകയാണ് നല്ല ജോലിയാന്ന് നിർവചിക്കാൻ പറ്റുമോ? സോ എനി ജോബ് എങ്ങനെയാണ് നിർവചിക്കാൻ പറ്റുക അതിന്? അത് എഗെയിൻ നിർവചിക്കുന്നത് സെയിം തന്നെയാണ്. നമ്മുടെ മനസ്സിന്റെ എങ്ങനെയാണോ നമ്മൾ ആ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ. ഇപ്പൊ മിനിയാന്ന് എന്റെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു, മകൻ LIC ഓഫീസറാണ്. പക്ഷെ LIC ഓഫീസറായിട്ട് അവൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അവൻ മറ്റ് ഗവൺമെന്റ് ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് അവിടെ സാറ്റിസ്ഫൈഡ് അല്ല. ഒരു സാറ്റിസ്ഫൈഡ് അല്ല വെച്ചാൽ അവൻ ഒരുപാട് വിഷയങ്ങൾ അവിടെ നിന്ന് ഉണ്ടാവുന്നു എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം അവൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നല്ലേ. പക്ഷെ മറ്റു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു, നല്ലതാണ്, ശ്രമിക്കുന്നു, അത് മോശം എന്നല്ല പറഞ്ഞത്. അപ്പോ ആ ജോലി, അതേ സമയത്ത് ആ LICയിലേക്ക് ജോലി ആഗ്രഹിച്ച് നടക്കുന്ന എത്രായിരം ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അതന്നെ ആ ജോലി കിട്ടാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോ അത് ഏതാണ് നല്ല ജോലി എന്ന് തീരുമാനിക്കുന്ന ആരാണ്? അവനവൻ തന്നെ. ആ അവനവൻ തീരുമാനിക്കാത്തിടത്തോളം കാലം, അതായത് ഞാൻ എന്റെ എനർജി എന്താണെന്ന് അറിയാത്തിടത്തോളം കാലം ഞാൻ ചെയ്യുന്നതൊന്നും എനിക്ക് ബാലൻസ് ആയി കിട്ടാൻ സാധിക്കില്ല. എന്റെ എനർജി അതിന് അലൈൻഡ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് ക്ഷീണത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ അല്ലെ. നമ്മളിപ്പോ ഒരു ഉദാഹരണം എടുക്കുക. നമ്മളിപ്പോ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കൈ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കും അല്ലെ. മുഷിയാറുണ്ടോ? കൈ വേദനിക്കാറുണ്ടോ? നമുക്ക് കൈ കടയാറുണ്ടോ അല്ലെ? ഒരു 10 ദോശ ചുറ്റി വിളിച്ച് ഇങ്ങനെ ചുരുട്ടി പിടിച്ച് ഒക്കെ കൂടി ഇങ്ങനെ കഴിക്കും. ആർക്കും കൈ വേദനിച്ചിട്ട് നിർത്തി വെക്കാറുണ്ട്. ഇപ്പൊ കൈ വേദനിച്ചു, ഞാൻ മാറ്റി വെക്കട്ടെന്നുണ്ടോ? ഇല്ലല്ലോ. ആർക്കും അങ്ങനെ വിഷയം ഉണ്ടാവാറില്ല. എന്നാൽ അതേ സമയം നിങ്ങൾക്ക് ദോശ മുമ്പിൽ ഇല്ലാതെ ഇത് ചെയ്തു നോക്കിയേ. എനർജിയെ പറ്റിയാ ഞാൻ പറയണേ. ഒന്ന് ചെയ്തു നോക്കിയേ. എത്ര സമയം ചെയ്യാൻ പറ്റും? നത്തിങ്. യു കനോട്ട് ഡു ഇറ്റ്. ടൈം കഴിയുമ്പോൾ ഇവിടെ വേദന തുടങ്ങും. ഇവിടെ തുടങ്ങുന്നു ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ വേദന തുടങ്ങും. നമ്മൾ റിപ്പീറ്റഡ് ആക്ഷൻ, ബ്രെയിൻ്റെ ഒരു സിസ്റ്റമാണിത്. ബ്രെയിൻ ഇത് എടുക്കുന്നില്ല. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതേപോലെ ആയിപ്പോവും. നിങ്ങൾക്ക് ലക്ഷ്യമില്ലാതെ ജോലി അന്വേഷിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മടുക്കും. കാരണം എന്താ അറിയോ? എന്താ ഈ അന്വേഷിക്കണേ? യു ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു ഇറ്റ്. നിങ്ങൾ അന്വേഷിക്കുന്നു, പക്ഷെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ പോലെ തന്നെ നിങ്ങൾ കൈയിട്ടെടുക്കും, ദോശ ഇല്ല താഴെ. ഇങ്ങനെ കൈയിട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേണ്ടി നിർത്താം. എന്താ? അപ്പോ പറയും നമ്മൾ നിർത്താന്ന് പറയുന്നത്, ഒരു ജോലിയും കിട്ടില്ല, ഒന്നും വരുന്നില്ല, ഒന്നും നമുക്ക് ഗുണകരമായി മാറുന്നില്ല, ഇതൊന്നും ഗുണകരമായി മാറുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ നടക്കും. കാരണം എന്താ? എന്താണ് ഗുണകരമായി മാറുന്നത് നമുക്ക് അറിയത്തില്ല. ഇപ്പോ കൃത്യമായി ജോലി കിട്ടാൻ നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിൽ എന്ത് ജോലിയാണോ വേണ്ടത് അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ഇമേജ് നമ്മൾ ഉണ്ടായിരിക്കണം. ഇതിനകം ആ ജോലി നേടിയതായിട്ട് ഭാവിക്കാൻ പറ്റും. ഞാൻ നേരത്തെ രാജേഷ് സാറിനോട് പറയുമ്പോൾ പറഞ്ഞു, ഖത്തറിലാണ് ഇപ്പോ ഇത് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നിട്ട് രാജേഷ് സാർ എന്നോട് ഡയലോഗ് അതിനോട് പറഞ്ഞു, എല്ലാം ഞാൻ ചെയ്യുന്നത് സാറെ, ബാക്കി ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. എനിക്ക് കിട്ടി, അപ്പൊ തന്നെ വെടിയുള്ളി കിട്ടി. സാർ പറഞ്ഞ് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാണ്, ഞാൻ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് സാറേ, ബാക്കി ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നത്. എനിക്ക് അവിടെ വെള്ളി കിട്ടി. എന്താണ് വെള്ളി? ഞാൻ ആ വള്ളി കയറി പിടിച്ചപ്പോ, സാറേ ദൈവം എവിടെ ഇരിക്കണേ? ആ, ദൈവം ഇരിക്കുന്നത് എന്നിലല്ലേ. ദൈവം എവിടെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കാ വിട്ടുകൊടുത്തത്? എന്നിലേക്ക് തന്നെയാണ് വിട്ടുകൊടുത്തത്. വേറെ ആർക്കും വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഞാൻ വേറെ ആരിലേക്കും വിട്ടുകൊടുത്തിട്ടില്ല. ആദ്യം പറഞ്ഞ എന്താണ്? ഞാൻ ദൈവത്തെ വിട്ടുകൊടുത്തോണ്ട് സറണ്ടർ ചെയ്തതാണ്. മീനിങ് സറണ്ടർ ആണ്, അത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ എന്താ അറിയോ? എന്നെ ദൈവം എന്തുകൊണ്ട് ചെയ്യട്ടെ എന്ന് മറ്റും മാറിയിരിക്കും. നോ, ഇറ്റ് വിൽ നോട്ട് വർക്ക്. ദൈവം ഇരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായാൽ then action is mine. ഞാൻ തന്നെ വരട്ടെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ വരും 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 നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ എന്താ അറിയോ? ഇല്ല, സാറ് പറഞ്ഞു ദൈവത്തെ അർപ്പിച്ചിട്ടുണ്ടോ? ദൈവം നമ്മൾ വിട്ടു, നമ്മൾ അവിടെ കംപ്ലീറ്റ് വിടുതൽ കൊടുത്തു. അത് പറ്റില്ല. നമ്മളിങ്ങനെ അതിന് നിന്നുകൊണ്ടേ ഇരിക്കണം, അതിന് പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം. ഞാൻ പറഞ്ഞത് ജോലി കിട്ടണം, വെറുതെ കിട്ടണ സാധനമല്ല.
ഇപ്പൊ ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഒരാളെ ഞാൻ ഒരു ദിവസം ഒരുത്തിന് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ചിലപ്പോൾ എക്സൽ ആയിരിക്കും ചോദിക്കുന്നത്. എക്സൽ ചോദിച്ചു വരുമ്പോൾ എക്സൽ എല്ലാം അറിയാം. എന്തറിയാം? ബേസിക് ഇങ്ങനെ കോളം വരക്കാൻ അറിയാം. ഇത് മതിയോ? ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പിവട്ട് ടേബിൾ ചോദിച്ചെന്ന് വരാം, മറ്റ് എന്താ ഫോർമുലാസ് ചോദിച്ചത്. എത്ര പേര് ഇത് എക്സസൈസ് ചെയ്യുന്നുണ്ട്? 4 വർഷം ഞാനൊരു കാര്യം പറയാം, എം കോം പഠിച്ചിട്ട് എൻ്റെ അടുത്ത് ഇപ്പൊ നിൽക്കുന്ന അക്കൗണ്ടന്റ് ഉണ്ട്, എന്താണ് GST എന്നറിയില്ല. എന്താണ് ഇന്ത്യയിലെ GST സിസ്റ്റം എന്ന് കോം പഠിച്ച ആൾക്കറിയില്ല. 4 വർഷം ജോലി അന്വേഷിച്ച ശേഷമാണ് ജോലി കിട്ടിയത്. കോമിൽ പഠിച്ചവന് GST അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? BCoമിലും MCoമിലും GST പഠിപ്പിച്ചിട്ട് സാറേ പിന്നെ അങ്ങനെ ഞാൻ അറിയും. ജോലി എന്താണ്? കോളേജിൽ പഠിച്ചതാണോ ജോലി? അല്ലല്ലോ. ജോലി പ്രാക്ടിക്കലാണ്. അപ്പൊ അത് പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റുള്ളൂ. എന്നിട്ട് പഠിച്ചില്ല. ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ട് നമുക്ക് ആ പരിപാടി പറ്റൂല എന്ന് പറഞ്ഞു അല്ല പഠിപ്പിച്ചിട്ടില്ല. റെക്കോർഡിംഗ് കിട്ടില്ലേ? റെക്കോർഡിംഗ് കിട്ടില്ല. അപ്പോ ഇത് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ചിലപ്പോ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ, ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന ആൾ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജോബ് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നോളജ് ആണ്. നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ളതാണ്. അല്ല എനിക്ക് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഇത് മാത്രമേ ചെയ്തിട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. സോ വാട്ട് യു നോ ഇസ് ദ ജോബിന്റെ ഏറ്റവും മാനദണ്ഡം. ഇത് പ്രാക്ടിക്കലാണ്. ഞാനിപ്പോ മറ്റു കാര്യങ്ങൾ പറയുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യമാണ്. നമ്മൾ എന്താ ചെയ്യുന്നറിയോ? എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറല്ല ആൾക്കാർ. അതുകൊണ്ടാണ് ജോലിയിൽ പുരോഗതി സംഭവിക്കുക. വെറുതെ കണ്ണടച്ചിട്ട് പറ്റുമോ? ഇല്ല. ആ കാലത്തിനനുസരിച്ച് നമുക്ക് ആ മാർക്കറ്റിന്റെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് ആവുള്ളൂ. നല്ലൊരു പ്രൊഡക്റ്റ് മാത്രമേ വാല്യൂ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ വാല്യൂ കിട്ടുക? ചില ആൾക്കാരുണ്ട് പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർ. ആ 10 മണിക്ക് ഓഫീസിൽ പോകും, 5 മണിക്ക് വരും, ഒരു കോംപ്രമൈസും ഇല്ല. അല്ലേ? ഗവൺമെന്റ് ജോലി. പിന്നെ ഗവൺമെന്റിൽ പിന്നെ ഓട്ടോമാറ്റിക്കാ സമയത്തിനനുസരിച്ച് പ്രൊമോഷൻ. അവിടെ വർക്കൊന്നും നോക്കണ്ടെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഗവൺമെന്റ് ജോലി പോയിട്ടില്ല. ഞാൻ കേട്ടത് അങ്ങനെയാണ്. അവിടെ പിന്നെ പ്രൊമോഷൻ ഇങ്ങനെ പോവാൻ. പക്ഷെ പ്രൈവറ്റ് കമ്പനി അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഇതൊക്കെ നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് അടുത്ത പൊസിഷൻ ഇപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രാകേഷ് സാറിനോട് പറഞ്ഞു, രാകേഷ് സാറ് അല്ലെങ്കിൽ നമ്മുടെ ആശാലക്ഷ്മിയുടെ ഭർത്താവ് രഞ്ജിത്തിനോട് പിടിച്ച് നിർത്തി പറഞ്ഞാണ്, പേറോൾ അസിസ്റ്റന്റ് അല്ല നിങ്ങൾ, HR മാനേജറാണ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് റെഡിയാക്കി ഇരുത്തി പ്രാക്ടീസ് ചെയ്തിട്ട് പോയി അവിടെ എത്തി. ഇപ്പൊ എല്ലാം കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്ത് കുറെ ദിവസം കഴിയുമ്പോൾ അതൊക്കെ ആള് പഴയയിലേക്ക് തന്നെ ഡങ് പോവുക. എനർജി ഇത് പറഞ്ഞ ആ എനർജിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനെ കീപ്പ് ചെയ്യാൻ കൊണ്ടുപോകണം, പറ്റണം. അപ്പോഴാണ് എനർജി എന്ന് വെച്ചാൽ ഓരോ പൊസിഷനും ഒരു എനർജി ഉണ്ട്. ഞാൻ കഴിഞ്ഞ രാകേഷ് സാറിനോട് പറഞ്ഞു, നിങ്ങൾ പഴയ പോസ്റ്റ് എല്ലാം മാറിക്കോ, ചേഞ്ച് ചെയ്തോ. കാരണം നിങ്ങൾക്ക് അർഹതയുണ്ട്, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനർജി ഉണ്ട്, അതിനുവേണ്ടി പഠിക്കുക, അതിലേക്ക് പോകാം. കാരണം എന്താ, അപ്പോഴേ നമുക്ക് ഒരു സെറ്റ് ബാക്ക് വരുമ്പോഴേ നമ്മൾ അതിന് ഓവർകം ചെയ്യാൻ റെഡി ആവുള്ളൂ. ജോലി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ സന്തോഷിനോട് പറഞ്ഞു, സന്തോഷ് കൃത്യമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മാറ്റത്തിന് തയ്യാറല്ല. സെയിം പാറ്റേൺ, നെവർ ഗോയിങ് ടു ചേഞ്ച് ഇറ്റ്. അപ്പൊ എന്താ, അടുത്ത ജോലി കിട്ടാൻ സാധ്യത. കാരണം എന്താ, ആ എനർജിയിലുള്ള ജോലിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ എനർജി ഷിഫ്റ്റ് ചെയ്യാതെ അടുത്ത പോയിന്റ് കിട്ടുമോ? പോസിബിൾ അല്ല. സി എവറിഥിങ് ഇസ് യൂണിവേഴ്സ്, ദിസ് യൂണിവേഴ്സ് എവറിഥിങ് ഇസ് എനർജി. When you do action or anybody else do the action, everything belongs to energy. നമ്മൾ ഈ എനർജിന് ഓരോ ലെയേഴ്സ് ആണുള്ളത്, ഓരോ കാറ്റഗറീസ് ആണുള്ളത്. ലോവർ, ഹയർ, മിഡിൽ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അപ്പൊ ആ എനർജി ആരാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അവരിലേക്കാണ് ആ എനർജി ലെവലിലുള്ള പൊസിഷൻ വരുന്നത്. ഈ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? എനർജി തന്നെയാണ് അല്ലേ? ഒരു തൂപ്പ് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ തൂപ്പുകാരന്റെ എനർജിയും അവിടെയുള്ള ഓഫീസ് സ്റ്റാഫിന്റെ എനർജിയും അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ സൂപ്പർവൈസർ എനർജിയും അതിനപ്പുറത്ത് മേൽക്കുന്ന മാനേജർ എനർജിയും അതിന്റെ മുകളിലേക്ക് ജനറൽ മാനേജറിന്റെ എനർജി ഒന്നായിരിക്കോ? ആ പൊസിഷന്റെ എനർജി ആളുടെ അല്ല, ആ പൊസിഷന്റെ എനർജി ഒന്നല്ലല്ലോ. സ്വാഭാവികമായി മാറിയാലല്ലേ അവർക്ക് അത് അതോറിറ്റി കിട്ടുള്ളൂ. ആ എനർജിയിലേക്ക് നമ്മൾ ഉയരാത്തിടത്തോളം കാലം ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാള് അതേ എനർജി തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് എങ്ങനെ മാനേജർ ആവാൻ പറ്റും? സോ എക്സ്പീരിയൻസ് മീൻസ് you are updating your energy. Experience is nothing but you are upgrading your energy. അതേ തത്വം എടുത്ത് തിരിച്ചു പറഞ്ഞോളൂ. നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവണം എന്ത് മാറ്റിയാൽ മതി? എനർജി മാറ്റിയാൽ മതി അല്ലെ? എക്സ്പീരിയൻസ് നമ്മൾക്ക് എനർജി നൽകുന്നു. അപ്പൊ എക്സ്പീരിയൻസിന് ടൈം എടുക്കും. നമ്മുടെ എപ്പോഴും പറയുന്നത് മണി ഈസ് ഈക്വൽ ടു T പ്ലസ് അല്ലെ പറയേണ്ട സമയവും. എന്താ പറഞ്ഞ ഫോർമുല ഓർമ്മയുണ്ടോ എല്ലാവർക്കും? M ഈസ് ഈക്വൽ ടു T പ്ലസ് E അല്ലേ? അപ്പോ എനർജി കൂടണമെങ്കിൽ 2 ഓപ്ഷനുള്ള, ഒന്നിക്കൽ കാത്തിരിക്കുക, കാലങ്ങളോളം കാത്തിരിക്കുക. അപ്പോ ഓട്ടോമാറ്റിക് നമുക്ക് എക്സ്പീരിയൻസിലൂടെ എനർജി വരും. അല്ലെങ്കിൽ
എനർജി ടൈം കുറച്ചിട്ട് എനർജി കൂട്ടി കൊടുക്കുക. ഇതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ട തത്വം. ഈ തത്വത്തിലൂടെ ഓടിക്കൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്ന ഈ കൃത്യമായിരിക്കുന്നത്. നിങ്ങൾ ഒന്നാമതായി ലോ വൈബ്രേഷൻ മനസ്സിലാക്കുക. എനർജി കൂട്ടിയാൽ നിങ്ങളുടെ ഫോക്കസ് കൂടും, എല്ലാ സംഭവവും കൂടും. അപ്പോൾ ജോബിൽ ഫോക്കസ് ചെയ്യുന്നയാൾ, ജോബിനെ അപ്ഗ്രേഡ് ചെയ്യാനോ പുതിയ ജോലി കിട്ടാനോ ശ്രമിക്കുന്നയാൾ ഏതാണോ പൊസിഷൻ ആഗ്രഹിക്കുന്നത്, ഏതാണോ ജോലി ആഗ്രഹിക്കുന്നത്, ആ എനർജിയിലേക്ക് സ്വയം ഉയരണം. ആ എനർജിയിലേക്ക് സ്വയം ഉയർന്നു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് നമ്മൾക്ക് വരാതിരിക്കാൻ യാതൊരു വഴിയില്ല. കാരണം അങ്ങനെയാണ് ഇത് ആരുണ്ടാക്കിയ നിയമമല്ല, ഇതാണ് പ്രാപഞ്ചിക നിയമം, യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത്. അതിലേക്ക് അതിന് നമ്മൾ ചെയ്യേണ്ട കുറെ മെത്തേഡ്സുകൾ പഠിക്കണം. ദൃശ്യവൽക്കരണമായി കഴിഞ്ഞാലോ, അഫർമേഷൻ ആയി കഴിഞ്ഞാലോ, എനർജി മാപ്പിംഗ് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ, എനർജി സർക്കിൾ എന്ന് പറയുന്ന ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് സുഖമായിട്ട് എനർജിയെ അപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന വൈബ്രേഷൻ ആണ് നമ്മുടെ ജോലിയെ ആകർഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വാട്ട് വൈബ്രേഷൻ യു ക്രിയേറ്റ്, ദാറ്റ്സ് അട്രാക്ട് യുവർ ലൈഫ്. അപ്പോ ജോലി ഏതാണോ അതിനനുസരിച്ചുള്ള വൈബ്രേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. ദിവസങ്ങളോളം കൃത്യമായ പ്ലാനോടുകൂടി നമ്മൾ മനസ്സിലാക്കും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാവുന്ന പ്രക്രിയയാണ്. ഇത് കൂട്ടുന്നതിന് ഒന്നാമത് ചെയ്യുന്നത് നമ്മൾ ദൃശ്യവൽക്കരണം പോലുള്ള എടുക്കുക, ജോബ് അഫർമേഷൻസ് പോലുള്ള കാര്യങ്ങൾ എടുക്കുക. ഇത് വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, പ്രാക്ടീസ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. ഒരു 10 പ്രാക്ടീസുകളാണ് നമ്മൾ ഇതിനകത്ത് കറക്റ്റായിട്ട് പോകുന്നത്. ഇത് ചെയ്യുമ്പോൾ എനർജി മാപ്പിങ്ങിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തെല്ലാം ഉള്ള സിസ്റ്റമാണ്, യൂണിവേഴ്സൽ ആയിട്ടുള്ള സിസ്റ്റമാണ് എനർജി മാപ്പിംഗ്. എനർജി മാപ്പിംഗ് ഒന്നുമല്ല, നത്തിങ് ബട്ട് നിങ്ങളിലൂടെ ഫ്ലോ ചെയ്യുന്ന, ഇപ്പൊ ഒരു ബൾബിലൂടെ കറണ്ട് പോകുന്ന കറണ്ടിനെ ഇപ്പുറത്ത് ഒരു മെഷീൻ വെച്ചിട്ട് മാപ്പ് ചെയ്തെടുക്കും. എത്രയാണ് എനർജി പോകുന്നതെന്ന് മാപ്പ് ചെയ്യാൻ പറ്റും. സിസ്റ്റം ഉണ്ട്. ഇതേ സിസ്റ്റം മനുഷ്യന്റെ എനർജി അളക്കാനുണ്ട്. പക്ഷെ നമ്മളാരും ചെയ്യുന്നില്ലെന്ന്. ഇലക്ട്രോ അങ്ങനെ ഒരു മിഷൻ ഉണ്ട്. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എനർജി അളക്കാൻ, ഈ ക്ഷീണം വരുമ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടി. അത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള US വളരെ പ്രചാരമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ. ഞാൻ അത് ചെയ്യണം എന്നല്ല പറഞ്ഞത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനർജി മാപ്പിംഗ് നടത്തും. ഞാൻ അതിന് പകരം നമുക്ക് എനർജി മാപ്പിംഗ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. നമ്മുടെ വിശ്വാസത്തിലൂടെ, നമ്മൾ എനർജി സർക്കിൾ ഡ്രോയിങ്ങിലൂടെ നമുക്ക് എനർജി മുമ്പിലോട്ട് പോകും. എനർജി സർക്കിൾ ഡ്രോയിങ് ഒന്ന് പറഞ്ഞു തരാം എന്താന്നുള്ളത്. വളരെ ലളിതമായി നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ്. എനർജി സർക്കിൾ ഡ്രോയിങ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ആക്ച്വലി എന്താണ്, ഒരു ജോലി വേണമെങ്കിൽ അല്ലെങ്കിൽ ജോലി ഇതാവണമെങ്കിൽ നമുക്ക് വേണ്ടത് 4-5 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് കോൺഫിഡൻസ് വേണം. ഒന്ന്, നമുക്ക് സക്സസ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ആ ജോലിയുടെ ഓഫർ നമുക്ക് വരണം. പിന്നെ ഒന്ന്, അല്ലെങ്കിൽ പ്രൊമോഷൻസ് നമുക്ക് വരണം. അല്ലെ? ഇത് 4 ചേരുമ്പോഴാണ് നമുക്ക് കൃത്യമായ ആ ഇത് വരുന്നത്. അതായത് സക്സസ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് ആത്മവിശ്വാസം, ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം നമുക്ക് വേണം. അത് ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമുക്ക് ജോബ് ഓഫർ ലെറ്ററും ജോബ് പ്രൊമോഷനും ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ എനർജി സർക്കിളിന്റെ ഒരു സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം. വേണമെങ്കിൽ നമ്മൾ പിന്നെ ഇതിന്റെ മറ്റ് ക്ലാസ്സുകൾ കൃത്യമായി പഠിപ്പിക്കാം. സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം. നിങ്ങളുടെ പേര് എഴുതുക. എനർജി സർക്കിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആദ്യം പേര് എഴുതുക. പേരെഴുതിയിട്ട് 4 പേരിന്റെ ചുറ്റുമായിട്ട് ഈ 4 വാക്കുകൾ എഴുതി വെക്കുക. സക്സസ്, ഒന്ന് സക്സസ് എന്ന വാക്ക് എഴുതുക. ഏറ്റവും ടോപ്പ് റൗണ്ടിൽ നിങ്ങൾ പേര് എഴുതിയിട്ട് മുകളിലോട്ട് ഒരു ആരോ മാർക്ക് കൊടുക്കുക. മുകളിൽ വശത്ത് സക്സസ് എന്ന് എഴുതുക. ലെഫ്റ്റിലോട്ട് ഒരു ആരോ മാർക്ക് കൊടുക്കുക. അതിലോട്ട് ഓഫർ എന്ന് എഴുതുക. താഴോട്ടൊരു ആരോ ഇടുക. അവിടെ കോൺഫിഡൻസ് എന്ന് എഴുതുക. ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ആരോ ഇടുക. അവിടെ പ്രൊമോഷൻ എന്ന് എഴുതുക. അപ്പോ സെന്ററിൽ പേരെഴുതിയോ റൗണ്ട് ഇട്ട് കഴിഞ്ഞാല് ലെഫ്റ്റ് റൈറ്റ് പ്രൊമോഷനും ഓഫറും വരും. ടോപ്പും ബോട്ടമും കോൺഫിഡൻസ് ആൻഡ് സക്സസ് ആൻഡ് കോൺഫിഡൻസ് വരും. 4ആയിട്ട് ഒരു ഇത് വരച്ചു കഴിഞ്ഞാൽ സെന്ററിൽ, പേപ്പറിന്റെ സെന്ററിൽ വരയ്ക്കുക. സെന്ററിൽ പേരെഴുതുക. എന്നിട്ട് 4 ഭാഗത്തേക്ക് എഴുതുക. ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ എഴുതി കാണിക്കണം. പേപ്പർ ഇല്ല എൻ്റെ. ഇത്ര ലളിതമായൊരു സാധനമാണ് ഇത്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന സാധനം കാണാമല്ലോ അല്ലെ? സെന്ററിൽ പേരെഴുതുക. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന സിമ്പിൾ ടെക്നിക്കാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ വൈബ്രേഷൻ എനർജി ലെവൽ കൂടും എന്നുള്ള, വൈബ്രേഷൻ എനർജി മാറുന്നു. എന്തുകൊണ്ടെന്ന് 4 വാക്കുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ജോലിയെ സംബന്ധിച്ച്. ഒരു വെളുത്ത പേപ്പറിൽ എഴുതി ഇട്ടാൽ മതി. ഇപ്പൊ എല്ലാ ദിവസവും എഴുതിയിട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി ഒരു സ്ഥലത്ത്. നിങ്ങൾ എല്ലാ ദിവസവും കാണുക. അപ്പൊ നമുക്ക് പ്രൊമോഷനെ പറ്റി ഓർമ്മ വരും, ജോബ് ഓഫറിനെ പറ്റി ഓർമ്മ വരും, നമുക്ക് സക്സസ് ആവണം എന്ന് ഓർമ്മ വരും,
നമുക്ക് കോൺഫിഡൻസ്. ടെക്നിക്ക് സിമ്പിൾ ആണ്, പക്ഷെ മോസ്റ്റ് പവർഫുൾ ആണ്. ഒരുപാട് എക്സ്പെരിമെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ ടെസ്റ്റ് പാസിംഗ് ടെക്നിക്ക് എന്നാണ് ഇതിന് പറയാ. യൂണിവേഴ്സൽ ടെസ്റ്റ് പാസിംഗ് ടെക്നിക്ക്, UTPT, അങ്ങനെ എന്തോ വാക്ക്. ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ അങ്ങനെ കൃത്യമായി ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അത്ര കൊണ്ട് റിസർച്ച് നടത്തിയിട്ടല്ല ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് വാക്കുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയാം. പണ്ടെപ്പോഴും ഞാൻ ഇവിടെ വായിച്ചെടുക്കുകയാണ്. യൂണിവേഴ്സൽ ടെസ്റ്റ് പാസിംഗ് ടെക്നിക്ക് എന്നുള്ള ആ ഒരു വാക്കാണ്. അത് വളരെ എനിക്കൊന്ന് ഒരുപാട് റിസർച്ചുകൾ ഇതിന്റെ പുറത്ത് നടന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ജോലി കിട്ടാത്ത ആളുടെയും അല്ലെങ്കിൽ ജോലി മാറാൻ ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാണ് നിലവിലുള്ള ജോലി നിങ്ങൾ മാറുന്നതെന്ന് അറിയോ? ഇവിടെ നിന്ന് ഒരു ജോലി മാറാൻ ശ്രമിക്കുന്നവർ ആക്ച്വലി എന്ത് പറഞ്ഞിട്ടാണ് ജോലി മാറുന്നതെന്ന് അറിയോ? നിലവിലുള്ള ജോലിയെ കംപ്ലൈന്റ് പറഞ്ഞു, അല്ലേ? നിലവിലുള്ള ജോലി ശരിയല്ല, ചില കമ്പനി ശരിയല്ല, നിലവിൽ അങ്ങനെ കിട്ടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഗീത എന്നോട് പറഞ്ഞു, വായി അടച്ച് മിണ്ടരുത്, നീ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാ വിഷയാന്ന് പറഞ്ഞല്ലേ. നിലവിലുള്ള ജോലിയെ പറ്റി ഒരു വാക്ക് കംപ്ലൈന്റ് പറയരുതെന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞു, അതുകൊണ്ടാണ്. അപ്പോ 99% ആൾക്കാരും എന്തിനാണ് ജോബ് ഷിഫ്റ്റ് ചെയ്യുന്നത്? നിലവിലുള്ള ജോലി ശരിയല്ല എന്ന് മാത്രല്ലേ. ഇതാണ് ഒരു വലിയ തത്വമാണ്. നിങ്ങൾ നിലവിലുള്ള ഒന്നിനെ അംഗീകരിക്കാത്ത ഒരാൾക്ക് വരാൻ പോകുന്നത് അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? 100% ഉണ്ടാവില്ല. അവരവിടെ നിന്നും പോകും, ഉറപ്പാണ്. കാരണം വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ കീ ടു ഗ്രോത്ത് എന്ന് പറയും. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ കീ ടു ഗ്രോത്ത്. നന്ദി പറയാൻ സാധിക്കാത്ത ആൾക്കാണ് ഇപ്പോൾ ചെയ്യുന്ന ജോലി ആസ്വദിക്കാനും നന്ദി പറയാനും സാധിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അടുത്തൊരു ജോലി യൂണിവേഴ്സ് കൊണ്ടുതരിക? എന്നിട്ട് അവൻ എന്തായിരിക്കും? യൂണിവേഴ്സ് മറ്റൊന്ന് നൽകി, എന്നിട്ട് യൂണിവേഴ്സ് കേൾക്കേണ്ടത് എന്താണ്? ഇതേ സാധനല്ലേ നൽകിയിട്ട് എന്താ കാര്യം? ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. 99% ആൾക്കാരും കംപ്ലൈന്റ് മൂഡിൽ മാത്രമേ ജോലി ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. അപ്പോൾ നമ്മളുള്ള എനർജി എന്തായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ കംപ്ലൈന്റ് മൂഡിലാണെങ്കിൽ നമ്മുടെ എനർജി ലോ ആണ്. അപ്പോൾ പോകുന്ന ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഈ കാര്യം ടെസ്റ്റിങ്ങിനായിട്ട് പറയാം. ഇപ്പൊ നിങ്ങളെ മുമ്പ് തന്നെ പറയാം, ഞാൻ എൻ്റെ മരുമകന് ഈ കാര്യം പറഞ്ഞു കൊടുത്തത്. ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ ഇവിടെ മരുമകനോട് പറഞ്ഞു, ഇന്ന് എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ ഫുൾ 100% ഡെഡിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുക, ഫുൾ ഡെഡിക്കേഷൻ കൊടുത്ത് വർക്ക് ചെയ്ത് സന്തോഷത്തിൽ നിൽക്കുക. പുതിയ ജോലി നിന്നോട് വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ 8 വർഷത്തിനകത്ത് അവൻ 4 കമ്പനികൾ മാറും. 2 വർഷം കഴിയുമ്പോൾ മാറും. ഓരോ 2 വർഷം കഴിയുമ്പോഴും കമ്പനി മാറും. 2000 ദിറംസ് ശമ്പളം ഉണ്ടായ ആള് ഇന്ന് 30,000 ദിറംസിലെത്തിയിരിക്കും. പക്ഷെ ഇപ്പോ ഈ കടന്നു വന്ന കമ്പനികളിൽ ഒരാൾക്ക് പോലും അവനോട് കംപ്ലൈന്റ് ഇല്ല, അവൻ അവരോടും ഇല്ല. ഒരാളോടും അവരോട് ഇപ്പോഴും അതേ ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അവരവരോടും ബന്ധപ്പെടുന്നുണ്ട്. ഈ ഓരോ കമ്പനി പോയപ്പോൾ ഇതില്ല. എന്താ വെച്ചാൽ അത്രയും ഡെഡിക്കേഷൻ വർക്ക് ചെയ്യും, സന്തോഷത്തോടെ പോവും. ഒരു കംപ്ലൈൻസും ഒരാളെ പറ്റി പറയാനില്ല. കംപ്ലൈന്റ് വളരെ വളരെ അപകടം പിടിച്ച പരിപാടിയാണ്. എത്ര പേർക്ക് പറ്റുമോ അത്? ഗ്രാറ്റിറ്റ്യൂഡ് മേക്ക് യു, എന്താ പറയുക, നമുക്ക് നൽകുന്ന എനർജി ഭയങ്കര ഹൈ ആണ്. എല്ലാ തരത്തിലും എനർജി ഉണ്ട്. കാരണം ഒന്നാമത് ഇതാണ്, നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇത് വേണ്ട 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 എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ലോ എനർജി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത ഇന്റർവ്യൂവിന് പോകുമ്പോഴോ നമ്മുടെ എനർജി എന്താണ്? ഹൈ ആക്കി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ നിലവിലുള്ള കമ്പനിയിൽ ഭയങ്കര ഹാപ്പി ആയി നിൽക്കുകയാണ്, ഫുൾ സന്തോഷത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ അടുത്ത ജോലിക്ക് അപ്ലൈ ചെയ്ത് നോക്കും, 100% നിങ്ങൾക്ക് ജോലി കിട്ടും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ നിലവിലുള്ള ഒരു കമ്പനിയിൽ സുഖമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേറെ ജോലിക്ക് മാറില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ കയറി അടച്ചു നിന്നിട്ട് പോലും ബാത്റൂമിന്റെ പുറത്ത് കാത്തു നിന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാർ പുതിയ ജോലിക്ക്, പറയുന്ന ശമ്പളത്തിന്. എന്നിട്ട് അവിടുന്ന് അത് പിന്നത്തെ സ്റ്റോറി നമ്മൾ പറ്റിയില്ല എന്ന് വേറെ കാര്യം. പക്ഷെ ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്, ഞാൻ ലളിതമായി പറഞ്ഞത്. അപ്പൊ ഇപ്പോഴുള്ള ജോലി ചെറുതായാലും വലുതായാലും ശരി, നന്ദിയോടുകൂടി അത് ചെയ്യുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ വരാനുള്ള സാധ്യതകളെയാണ് അവിടെ വെക്കുന്നത്. നന്ദി പറയുക എന്നുള്ളത്. ഇതിന് 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വിജയിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ജോബ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, ജോബ് അഫർമേഷൻ മെഡിറ്റേഷൻ. ഫ്യൂച്ചറിൽ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് ബിസിനസ് മാസ്റ്ററി ഹബിലായിരിക്കും ചെയ്യുന്നത്. ജോബ് അഫർമേഷൻ മെഡിറ്റേഷനും
ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഉടനെ തന്നെ നമ്മൾ ചെയ്യണം. വളരെ കൃത്യമാണ്. അതാണ് ഞാൻ ശരിക്കും ഇന്ന് പ്ലാൻ ചെയ്തത്. ഗൈഡഡ് ജോബ് സക്സസ് മെഡിറ്റേഷൻ. അതെ, അത് വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണടച്ച് ഒരു 10-15 മിനിറ്റ് ചെയ്താൽ മതി. നമ്മൾ അറിയാതെ ഈ വൈബ്രേഷൻ നമുക്ക് കൂടും. കൂടുതൽ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് വളരെ ലളിതമായിട്ട് പറയാണ്. ഇപ്പൊ ഒരു ജോലി, ഇത് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ മാറാവുന്നതേ ഉള്ളൂ. വലിയ വിഷയമൊന്നുമില്ല. ഇതെല്ലാവർക്കും കുറെ തത്വങ്ങൾ ഒന്നും ചെയ്യാനില്ല, കുറെ ഫോഴ്സ് ഒന്നും ചെയ്യാനില്ല, ലളിതമായി പോകുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ നമുക്കൊരു ജോലി ലഭിക്കണമെങ്കിൽ ആദ്യം അതിന് തുല്യമായിട്ടുള്ള നമ്മളെന്താ പറയാ, പ്രകമ്പനം, വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാക്കണം. അത് മറക്കാതെ എഴുതി വെച്ചോളൂ ഈ പോയിന്റ്. ഏതൊരു ജോലി നമുക്ക് ലഭിക്കണമെങ്കിലും ആ ജോലിക്ക് തത്തുല്യമായ വൈബ്രേഷനുകൾ നമ്മൾ ഉണ്ടാക്കണം. അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വിചാരങ്ങൾ കൊണ്ട് തടയുന്നതാണെന്ന് അറിയുക. അതായത് വിശ്വാസം പ്ലസ് പ്രവർത്തനം ആണ് നമ്മുടെ ആകർഷണ ശക്തി എന്ന് പറയുന്നത്. ആകർഷണ ശക്തി എന്ന് പറയുന്നത് വിശ്വാസവും പ്രവർത്തനവും ചേരുമ്പോൾ മാത്രമാണ് ആകർഷണ ശക്തി ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത്, നമ്മൾ എന്ത് ജോലി വേണോ അതിന് തത്തുല്യമായിട്ടുള്ള വൈബ്രേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? ഒരിക്കലും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമൊന്നുമല്ല. അങ്ങനെ അല്ലെങ്കിൽ പോയിട്ട് വന്ന പിന്നെ ഒരു കടയിൽ നിന്ന് മേടിച്ചത്. ഇത് നമുക്ക് നിത്യേനായിട്ടുള്ള നമ്മുടെ വിഷ്വലൈസേഷനിലൂടെ, നമ്മുടെ പ്രാക്ടീസിലൂടെ നമ്മുടെ ബോഡിയെ അപ്പ് ചെയ്ത് നമ്മുടെ വൈബ്രേഷൻ അപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും. അതുകൊണ്ടാണ് വലിയ വലിയ ആൾക്കാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം, വലിയ വലിയ മാനേജർമാരും ഒക്കെ അങ്ങനെ അത്രയും നല്ല വൈബ്രേഷൻ, നല്ല പോസിറ്റീവായി നിൽക്കുന്നത്. അവർ നിത്യം പ്രാക്ടീസ് ചെയ്യുന്നവരാ. നിത്യം പ്രാക്ടീസ് ചെയ്തിട്ട് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. യൂണിവേഴ്സിലുള്ള തത്വമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. നേരത്തെ ഞാൻ മറ്റേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ചാടിക്ക് റെഡിയാണോ, ഇവിടെ ഉണ്ട്, നിങ്ങൾ ചാടിക്കുക, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും. അപ്പൊ നമ്മൾ ചാടും, കിട്ടും. പക്ഷെ നമുക്ക് ആവശ്യം എന്താണ്? അവിടെ ഉള്ളത് എപ്പോഴും എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഉണ്ടായിരിക്കണം. കാണിച്ചു തന്നിട്ട് ചാടി എടുത്ത് പോകുന്ന അവസ്ഥയല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്കത് അവിടെ നിറച്ചിരിക്കുന്ന ലോഡ് എപ്പോ വേണമെങ്കിൽ പോയിട്ട് എടുക്കുന്ന അതേ ലെവലുള്ള ഫ്രീക്വൻസിയിൽ നമ്മൾ നിൽക്കണം. നമ്മൾ ഇവിടുന്ന് ചാടിപ്പോയി അത് എടുത്ത് താഴോട്ട് തന്നെ ഇറങ്ങി വരില്ലേ? ആ അവസ്ഥ വേണം. പക്ഷെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിന് സാഹചര്യം, ഇതുപോലെ ക്ലാസ്സുകൾ പങ്കെടുക്കുമ്പോൾ യൂണിവേഴ്സ് അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇതൊന്ന് ശ്രമിച്ചോ, കിട്ടും കേട്ടോ എന്ന് പറയും. അത് കിട്ടുകയും ചെയ്യും. പക്ഷെ വീണ്ടും നിങ്ങൾ താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോകും. ആ താഴോട്ട് പോയി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അത് പതുക്കെ നിങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുകയും ചെയ്യും. ഇത് ഒരുപാട് ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ഒന്നുകൂടി അനലൈസ് ചെയ്ത് മനസ്സിലാക്കാം. കുറെ ഡീപ്പിലേക്ക് പോകാൻ പറ്റില്ല. വളരെ 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 ശ്രദ്ധിക്കേണ്ടതാണ് എനർജി അലൈൻമെന്റ്സിൽ ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എനർജി കൃത്യമായി നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊമോഷൻ ആണോ, ആ പ്രൊമോഷൻ ആവശ്യമുള്ള എനർജിയിലേക്ക് എത്തുക. ജോലി പുതിയതാണോ, അതിനാവശ്യമുള്ള എനർജിയിൽ എത്തുക. അതിന് എനർജി മാപ്പിംഗ് ഉപയോഗിക്കാം, ഗൈഡഡ് മെഡിറ്റേഷൻ ഉപയോഗിക്കാം, അഫർമേഷൻസ് ഉപയോഗിക്കാം, വിഷ്വലൈസേഷൻ ഉപയോഗിക്കാം, സ്ക്രിപ്റ്റ് ജേർണലിംഗ് ഉപയോഗിക്കാം. അങ്ങനെ ദിവസേനയുള്ള കുറേ പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്തോളൂ. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലേ? യു ടെൽ മീ. നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാരുമായിട്ട് ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യും. മിറാക്കിൾ മോർണിംഗ് ചെയ്യുന്ന പോലെ ജോലി ആഗ്രഹിക്കുന്നവർ, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർ മാത്രം. ഞാൻ ഇതിപ്പോ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ കാണുമല്ലോ. നമുക്ക് എല്ലാം പറയാണ്, നിങ്ങൾക്ക് പറ്റുന്നില്ലേ? എല്ലാവരും കൂടി ഇരുന്നിട്ട് എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് എനർജി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നല്ല വിഷയമുള്ളത്. 1 to 1 ആകുമ്പോൾ നമ്മൾ ഓരോ ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്തിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണോ എന്ന് സെറ്റ് ചെയ്യാൻ, അതിനുവേണ്ടി കോഴ്സ് ഉണ്ടാക്കണോ, പഠിപ്പിച്ചു തരണം, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കൃത്യം, അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കൃത്യമായി ജോലിയിൽ എത്താൻ പറ്റണം. ഏറ്റവും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ജോലി കിട്ടാത്തതും ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാത്തതും ഒരേ ഒരു റീസൺ കൊണ്ട് മാത്രമാണ്. നിങ്ങൾ അതിനനുസരിച്ചുള്ള എനർജി ഉയർത്തുന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ ഒരു വിഷയമില്ല. എനർജി ഉയർത്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷൻസും അതിനനുസരിച്ച് എല്ലാ രീതിയിൽ നിങ്ങൾ ഉയർന്നാൽ മാത്രമേ സാധ്യത. അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. പ്രൊമോഷനെ പറ്റി പിന്നെ അധികം ആരും പരാതി പറയുന്നത് കേൾക്കാറില്ല. ജോലി കിട്ടാത്തതിനെ പറ്റി പരാതി പറയും. ജോലി കിട്ടാത്തതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്, നിങ്ങൾ ആ എനർജിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ജീവിത വിജയത്തിന് നമുക്ക് ദിവസേനയുള്ള പ്രാക്ടീസ് കൊണ്ട് സാധ്യമാകുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ ചോദിക്കാം. അതുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഇപ്പൊ പറഞ്ഞപ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഈ പറഞ്ഞത് നോട്ട് ഓൺലി ഫോർ ജോബ് കേട്ടോ. ജോബിന് മാത്രമായിട്ട് ജോലി നോക്കുന്ന കാര്യം മാത്രമാണ് എന്ന് കരുതണ്ട. ഇത് എല്ലാത്തിനും ബാധകമായ വിഷയമാണ്. എല്ലാ കാര്യങ്ങളിലും ബാധകമായ, ബിസിനസ് ചെയ്യുന്നവർക്കും ബാധകമാണ്. എന്തായാലും ഇതിപ്പോ വീട്ടിൽ കഞ്ഞിയും അതെ ചോറ് വെക്കുന്ന കൂലിയില്ലാത്ത ജോലി ചെയ്യുന്നവർ കുറെ ആൾക്കാരല്ലേ ഉള്ളൂ. ഒരു കൂലിയും കിട്ടാതെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ.
അവർക്കും ബാധകമാണ്. നിങ്ങൾ വെക്കുമ്പോഴും ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ യെസ് വൈൻഡിങ്ങും. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ, പബ്ലിക് ചോദിക്കാൻ ഡൗട്ട് ചോദിച്ചോളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇല്ലല്ലോ അല്ലെ? എവറിഥിങ് ഓക്കെ, വെരി ഗുഡ്. സംഭവം മനസ്സിലായല്ലോ, എന്തുകൊണ്ടാണ് നടക്കാത്തതെന്നൊക്കെ മനസ്സിലായി. ഓക്കെ, അപ്പൊ താങ്ക് യു. 10 മണി. See you next time.